കൊല്ലം അഞ്ചൽ കുരുവിക്കോണത്ത് കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി കുത്തേറ്റ 3 പേരിൽ ഒരാൾ കൂടി മരിച്ചു. നെടിയറ വിഷ്ണു ഭവനിൽ 34 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു മരണം. നെടിയറ കോയിപ്പാട് പുത്തൻ വീട്ടിൽ ഭാസി ബുധനാഴ്ച മരിച്ചിരുന്നു. ഭാസിയുടെ മകൻ മനോജിന്റെ സുഹൃത്താണ് മരണപ്പെട്ട വിഷ്ണു. അച്ചു പറഞ്ഞില്ല. എത്ര ഭാസി, വിഷ്ണു, ഭാസിയുടെ മകൻ മനോജ് എന്നിവരെയാണ് അരീപ്ലാച്ചി കുരുവിക്കോണം അമൽ നിവാസിൽ ജയചന്ദ്ര പണിക്കർ കുത്തി പരിക്കേൽപ്പിച്ചത്. ഇതോടെ സംഭവത്തിൽ 2 പേർ മരണപ്പെട്ടു. ജയചന്ദ്ര പണിക്കരെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളിപ്പോൾ റിമാൻഡിലാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവെയാണ് 2 പേരും മരിച്ചത്. ഭാസിയുടെ മകൻ മനോജും മനോജിന്റെ സുഹൃത്ത് വിഷ്ണുവും കൂടി ജയചന്ദ്ര പണിക്കരെ ചൊവ്വാഴ്ച ഉച്ചയോടെ മർദ്ദിച്ചതായി പറയുന്നു. ചൊവ്വാഴ്ച രാത്രി 8 മണിയോടെ ജയചന്ദ്ര പണിക്കർ ഇരുവരുമായി സംഘർഷമുണ്ടാവുകയും പ്രതി 3 പേരെയും കുത്തി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. സിമന്റ് ഗോഡൌണിൽ കുത്തേറ്റ് കിടന്ന 3 പേരെയും അഞ്ചൽ പോലീസ് എത്തിയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. പിന്നീട് ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. വിഷ്ണുവിന്റെ അച്ഛൻ രാമചന്ദ്രൻ, അമ്മ ശോഭ, ഭാര്യ സുരേഖ. പോലീസ് നടപടികൾക്ക് ശേഷം ഞായറാഴ്ച മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിക്കും. ന്യൂസ് കേരളം, കൊല്ലം.